കാര്യങ്ങൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതിനുള്ള പരാതി ചേട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ തിക്കും തിരക്കും കേസൊക്കെ ഒന്ന് കഴിയട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം നമുക്ക്. എനിക്കൊരു സംശയമില്ലായിരിക്കില്ല ഗൂഢാലോചനയുടെ കാര്യത്തിൽ. തീർച്ചയായിട്ടും സംശയമുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ദിവസം വന്ന് പറയുന്നതായിരിക്കും. ഞാൻ ആദ്യം ഈ തിരക്കൊന്ന് കഴിയട്ടെ. വിഷ്ണു സുരേഷാണ് വാർത്ത ചേർന്ന്. വിഷ്ണു, ആദ്യ പരാതി, അതിന് പിന്നാലെ അടുത്ത പരാതി, അതിൽ അറസ്റ്റ്, ജാമ്യം. ഈ ഗൂഢാലോചന ഏത് ഭാഗത്തു നിന്നാണ് എന്നാണ് വേടന്റെ സംശയം? ഹാഷ്മി, ഇന്നലെ വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു. വേടനെതിരെയുള്ള തുടർച്ചയായ പരാതികളിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട്, അങ്ങനെയാണ് പരാതികൾ വരുന്നത് എന്നായിരുന്നു അതിൽ ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ അന്വേഷണം വേണമെന്നും വേടന്റെ കുടുംബം ആവശ്യപ്പെട്ടു. വേടൻ ഇന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. മറ്റൊരു ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ടാണ് ഹാജരാകൽ. ആ കേസിൽ ജാമ്യം ലഭിച്ചു. ജാമ്യവ്യവസ്ഥ പ്രകാരം ഹാജരായപ്പോഴാണ് വേടന്റെ ഈ പ്രതികരണം. ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വേടൻ സംശയിക്കുന്നു. താനും അതേ സംശയം തനിക്കുണ്ട്. അതിൽ പക്ഷേ ഒരു വ്യക്തമായ പ്രതികരണത്തിലേക്ക് ഇപ്പോൾ നടത്താനാവില്ല. കാരണം കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലടക്കം ഇരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് താൻ എന്തായാലും പ്രതികരിക്കും. നിലവിൽ ഈ കോലാഹലങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം വിശദമായി പ്രതികരിക്കാമെന്നാണ് വേടൻ പറയുന്നത്. ആരുടെയും പേരെടുത്തുള്ള വിമർശനമോ പരാതികളോ ഒന്നുമില്ല. പക്ഷേ ചില വിവരങ്ങളൊക്കെ തന്റെ പക്കലുണ്ട്. അത് വേടൻ നേരത്തെ തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് പരാതിയായി മുഖ്യമന്ത്രിക്ക് എത്തിയിരിക്കുന്നു. അതിൽ അന്വേഷണം വേണമെന്നുള്ളതാണ് വേടന്റെയും കുടുംബത്തിന്റെയും ആവശ്യം. ആ അന്വേഷണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് സെൻട്രൽ പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയുള്ളത് പരാതിക്കാരെ ഇതുവരെ ബന്ധപ്പെടാനായിട്ടില്ല, അവരുടെ മൊഴി രേഖപ്പെടുത്താനായിട്ടില്ല. അവർ ഇമെയിൽ വഴി നൽകിയ പരാതിയുടെ ഡീറ്റെയിൽസ് മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് ഹാഷ്മി.